ഈ ഒരു ഇലക്ഷനോട് കൂടെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം തുടച്ചു നീക്കപ്പെടും. രാഹുൽ ഗാന്ധി എന്താണ് ഈ അഭിപ്രായത്തോട് പറയാനുള്ളത്? അത് ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ മറന്ന് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ രീതിയിൽ ഇപ്പൊ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്നതിന് മറുപടി കൊടുക്കാൻ ഒരുപക്ഷെ പറ്റും. പക്ഷെ അങ്ങനെ മറുപടി കൊടുത്താലുള്ള ഒരു പ്രശ്നം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനം അതിലൂടെ വന്ന പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയുന്നു, പ്രതിപക്ഷ നേതാവിനെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ അവസരം മുതലാക്കാൻ നിൽക്കുന്ന ഒരു മറുപക്ഷ അപ്പുറത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ അതിനൊന്നും വലിയ മറുപടി കൊടുക്കാതെ തള്ളിക്കളയുന്നത്. പിന്നെ ഈ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു തിരിച്ചുവരവുണ്ട്. ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ശരിക്കും ഇന്ന് ഈസ്റ്ററും കൂടെയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള വാക്കാണ് കറക്റ്റ്. അപ്പോൾ ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വരുന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് AKG ആണ്. അപ്പൊ ഇടതുപക്ഷം അത്രയും ശക്തമാണ് ഇന്ത്യയിൽ ആ സമയത്ത്, ഇന്ത്യയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്ത് എല്ലാ പ്രസ്ഥാനങ്ങളും കൂടെ, എല്ലാ ചിന്തകളും കൂടെ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടെ ഒക്കെ തന്നെയാണ് ഇന്ത്യയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആ സമയത്ത്. ഇനി അദ്ദേഹം ഇന്ത്യ ഒട്ടുക്കും സഞ്ചരിച്ച നേതാവാണ് ശരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും മറ്റാരും പറഞ്ഞു കൊടുക്കാതെ അറിയാം കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. സാമൂഹികപരമായി, സാമ്പത്തികമല്ല, ആരോഗ്യപരമായി, വിദ്യാഭ്യാസപരമായി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്താ പറയാ, ഈ കേരളം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണോ? അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പങ്കില്ലേ? അതൊക്കെ നമുക്ക് ശരിയായിട്ട് തന്നെ വെക്കാം. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ് മാത്രം ഭരിച്ച സംസ്ഥാനങ്ങൾ, ദീർഘകാലം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലുണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കേരളത്തിനെ ചർച്ച ചെയ്യുന്നത്. എന്നിട്ടും കേരളം മുന്നിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനം ആ വ്യത്യാസത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഉയർത്തെഴുന്നേൽപ്പ് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ. കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് EMS നേതൃത്വത്തിലുള്ള ആദ്യത്തെ സർക്കാർ, അവിടുന്ന് ഭൂപരിഷ്കരണ നിയമം, ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കേരളത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്ത ഒരു കാര്യം തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന സമയത്ത് അതൊരു ചിന്തയാണ് ശരിക്കും. രാഷ്ട്രീയ കക്ഷി എന്നതിലപ്പുറം ഒരു ചിന്തയാണ്. അപ്പൊ CPIM-നെ തുടച്ചു നീക്കും, CPI-നെ തുടച്ചു നീക്കും എന്ന് പറയുന്നതിനേക്കാളും വലിയ കാര്യം ഇടതുപക്ഷത്തെ തുടച്ചു നീക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ ഈ ഇടതുപക്ഷ ചിന്ത, അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വിമർശനമാണ് കനൽ ഒരു തരിയേ ഉള്ളൂ എന്നുള്ള സംഭവം. ആ കനൽ ഒരു തരിയേ ഉള്ളൂ എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയ കക്ഷി സർക്കാർ രൂപീകരിക്കുക ഇതിനൊക്കെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ ഇടതുപക്ഷ ചിന്ത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ജനാധിപത്യം പോലും ഇന്ത്യയിൽ ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ചരിത്ര ബോധ്യമില്ലാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരെ തിരുത്താൻ വലിയ പാടാണ്. പക്ഷെ രാഹുൽ ഗാന്ധി അതുപോലുള്ള ഒരു ആളല്ല. അപ്പൊ കേരളത്തിലൊക്കെ വന്ന് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ പാടുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോട് ഒരു പുച്ഛമാണ് തോന്നുന്നത്.